യുഎസ് നടത്തിയ ബോംബാക്രമണത്തിൽ ഇറാന്റെ ഫോർദോ ആണവ കേന്ദ്രത്തിന് ഗുരുതര നാശനഷ്ടം സംഭവിച്ചുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. എന്നാൽ ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെന്ന് ഇറാനിലെ ഉന്നത നേതാവടക്കം പറഞ്ഞിരുന്നു. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വിദേശകാര്യമന്ത്രിയുടെ തുറന്നു പറച്ചിൽ. ഇതിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്നാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ചോദ്യങ്ങൾ. മാത്രമല്ല, ഇറാൻ പ്രസിഡന്റ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായിട്ടുള്ള എല്ലാ സഹകരണവും നിർത്തിയതിനു ശേഷമാണിത്. ഗുരുതര നാശം സംഭവിച്ചെന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഫോർദോയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇറാന്റെ സംവിധാനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണ്. അതിന്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുഎസുമായുള്ള ആണവ ചർച്ച പുനരാരംഭിക്കാൻ യാതൊരു പദ്ധതിയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ഒരു കരാറോ ക്രമീകരണങ്ങളോ ഉണ്ടാക്കിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആണവ ചർച്ച പുനരാരംഭിക്കാമെന്ന് ആർക്കും ഉറപ്പു കൊടുത്തിട്ടില്ല. ഈ വിഷയത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. യുഎസിൽ നിന്ന് ഞങ്ങൾക്ക് പ്രയാസകരമായ അനുഭവമാണ് ഉണ്ടായത്. ചർച്ചകൾക്കിടെ അവർ വഞ്ചിക്കുകയും ചെയ്തു. ഈ അനുഭവം ഞങ്ങളുടെ ഭാവി തീരുമാനങ്ങളെയും ബാധിക്കും. എന്നാൽ ആ തീരുമാനം ഇറാനിയൻ ജനതയുടെ ക്ഷേമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകുമെന്നും അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. ആണവ നിർവ്യാപന കരാർ ഉണ്ടാക്കാനുള്ള യുഎസ് ഇറാൻ ചർച്ച അടുത്തയാഴ്ച പുനരാരംഭിക്കാൻ ഇടയുണ്ടെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. നിരവധി ഉദ്യോഗസ്ഥർ ഫോർദോയിലെ ആണവ സമ്പുഷ്ടീകരണ പ്ലാന്റിൽ ക്രെയിൻ പ്രവർത്തിപ്പിക്കുന്നതായി ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നുമുണ്ട്. പ്രശസ്ത ജിയോ സ്പേഷ്യൽ ഇന്റലിജൻസ് സ്ഥാപനമായ മാക്സർ ടെക്നോളജീസ് ആണ് ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ചിത്രം പുറത്തു വന്നതോടെ ഇറാൻ നഷ്ടപ്പെട്ടത് തിരിച്ചുപിടിക്കാനുള്ള നീക്കം നടത്തുകയാണെന്ന് വ്യക്തമാവുകയാണ്. ഇറാന്റെ ആണവായുധ പദ്ധതി എന്ന സ്വപ്നമാണ് അമേരിക്കയും ഇസ്രായേലും ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനി ഇറാന്റെ നീക്കം എന്താണെന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. അമേരിക്കൻ വ്യോമാക്രമണം മൂലമുണ്ടായ ദ്വാരങ്ങളിലും വെന്റിലേഷൻ ഷാഫ്റ്റുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നതെന്നാണ് മാക്സർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭൂഗർഭ സമുച്ചയത്തിന് മുകളിലുള്ള അറ്റത്ത് വടക്കൻ ഷാഫ്റ്റിന് തൊട്ടടുത്തായി ഒരു എക്സ്കവേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. ദ്വാരത്തിന്റെ പ്രവേശന കവാടത്തിലാണ് ഉദ്യോഗസ്ഥർ ക്രെയിൻ പ്രവർത്തിപ്പിക്കുന്നത്. നിരവധി വാഹനങ്ങൾ റിഡ്ജിന് താഴെയായി കാണുന്നുമുണ്ട്. സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതിനായി നിർമ്മിച്ച വഴിയിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയെ നയിക്കുന്ന മുൻ ന്യൂക്ലിയർ ഇൻസ്പെക്ടർ ഡേവിഡ് ആൽബർട്ട് മാക്സറിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിലയിരുത്തിയിരുന്നുവെന്നാണ് CNN റിപ്പോർട്ട് ചെയ്യുന്നത്. ഫോർദോയിൽ നിന്നുള്ള ചിത്രങ്ങൾ 2 MOP ഇമ്പാക്ട് സൈറ്റുകളിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥർ സജീവമായി പ്രവർത്തിക്കുന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ കേടുപാടുകൾ വിലയിരുത്തുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം. റേഡിയോളജിക്കൽ സാമ്പിളിംഗ് നടത്തുന്നതിനായി മാക്സർ വിലയിരുത്തുന്നു. ഇറാനിയൻ ഉദ്യോഗസ്ഥർ പ്രധാന പ്രവേശന കവാടത്തിലെ കേടുപാടുകൾ നീക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തി നിരീക്ഷിച്ചു വരികയാണ്. തുരങ്കത്തിന്റെ പ്രവേശന കവാടങ്ങളൊന്നും വീണ്ടും തുറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി സൂചനകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.